ശ്രീ ആസി, അതുപോലെ തന്നെ ശ്രീ രവി ചങ്കത്ത്, പ്രകാശ് സ്വാമി, പ്രിയപ്പെട്ട ഗീതാഗോപി MLA, മുനിസിപ്പൽ ചെയർമാൻ സുനിത അരവിന്ദ്, വൈസ് ചെയർമാൻ ജ്യോതിരാജ്, സദസ്സിലുള്ള വളരെ വളരെ ബഹുമാനിയായ സുഹൃത്തുക്കളും വ്യക്തിത്വങ്ങളുണ്ട്. ഇത്തരമൊരു സ്വീകരണം തന്നതിന് ആദ്യമായി MLA-മാർക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ MLA-മാരുടെ പണി എന്താണെന്നൊരു പ്രധാന ചോദ്യം, അതെല്ലാവരും ഒരു ചിന്തിക്കേണ്ട കാര്യമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന E. ചന്ദ്രശേഖരന് അദ്ദേഹത്തെ മാവേലി മന്ത്രി എന്ന് കൂടി വിളിക്കും. അദ്ദേഹമാണ് മാവേലി സ്റ്റോർ നടപ്പിലാക്കുമ്പോൾ ഭക്ഷണം. അപ്പോൾ അദ്ദേഹം ഒരു കഥ പറഞ്ഞു. 1956 മറ്റോ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ നിയമസഭയിൽ പോയ നിയമസഭ നടന്നുകൊണ്ടിരിക്കെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സഖാവ് മരണപ്പെട്ടു. സഭ നടന്നുകൊണ്ടിരിക്കും. ഈ നിയമസഭാ അംഗത്തിന് മരണപ്പെട്ടത് അത്രയും വേണ്ടപ്പെട്ട ആളാണ്. അപ്പം അദ്ദേഹം സഭ നടന്നുകൊണ്ടിരിക്കുക അവിടെ നിന്ന് മൃതദേഹം കാണാൻ വേണ്ടി എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു. നിങ്ങളെന്താ ഇങ്ങോട്ട് വന്നത്? അല്ല, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളല്ലേ മരണപ്പെട്ടു, അതിന് ഞങ്ങളൊക്കെ ഉണ്ട്. വേണ്ടപ്പെട്ടയാൾ മരണപ്പെട്ട കാര്യങ്ങൾ നോക്കാനൊക്കെ ഞങ്ങളുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് മരണപ്പെട്ടയാളുകൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പറ്റില്ല. അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനോടുള്ള ആദരവ് കാണിക്കാനും അതിൻ്റെ മരണാനന്തര കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഞങ്ങളുണ്ട്. നിങ്ങളെ ഇതിനല്ലല്ലോ തിരഞ്ഞെടുത്തത്. നിങ്ങളെ അവിടെ നിയമസഭയിലുണ്ട്, സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് നിങ്ങളെ ജനം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണം, ഇപ്പോൾ തന്നെ പോകണം. എന്നിട്ട് അദ്ദേഹം ഒരു ആത്മകഥമായിട്ട് പറയുന്നത്, ഇന്നത്തെ ഒരു കാലമാണെങ്കിലോ ഇന്നത്തെ ഒരു കാലമാണെങ്കിൽ സഭാ സമ്മേളനം എന്നല്ല പ്രധാനം. ഇദ്ദേഹം ഇവിടെ വരണ്ടേ, അത്രയും വേണ്ടപ്പെട്ടയാളല്ലേ. ഇത് നമ്മുടെ കാലത്തിന് വന്നിട്ടുള്ളൊരു മാറ്റമാണ്. അതിൽ ഗുണമുണ്ട്, ദോഷമുണ്ട്. ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. അത് ഞാനത് വിശദീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നിയമസഭാ അംഗം എന്ന് പറയുമ്പോൾ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞങ്ങളൊക്കെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് ഞങ്ങൾക്ക് 2-3 കിതാബുകൾ തരും. അതിലൊന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, മറ്റൊന്ന് ശക്തരൻ കൗളാണ്. ശക്തരൻ കൗൾ എന്ന് പറഞ്ഞാൽ നിയമസഭയുടെ ഭഗ്നാകാർട്ട് സഭാ നടപടിച്ചട്ടങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി പറയുന്ന ഒരു ഗ്രന്ഥമാണ്. റൂൾസ് ആൻഡ് പ്രൊസീജിയർ. അതിൽ ഓരോ കാര്യങ്ങൾ, ഒരു ബില്ല് എങ്ങനെയാണ് അവതരിപ്പിക്കുക, ആ ബില്ല് അവതരിപ്പിക്കുന്നതിന് തടസ്സ ഹർജി, ക്രമപ്രശ്നം ഉന്നയിക്കേണ്ടത് എങ്ങനെയാണ്, ആ ബില്ലിൻ്റെ ഡിസെൻഡിങ് എങ്ങനെയാണ്,
ആ ബില്ല് ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന, ആ ബില്ലിൻ്റെ നടപടിക്രമങ്ങൾ, പിന്നെ അതിൻ്റെ ചട്ടങ്ങൾ ഉണ്ടാക്കണം. ഒരു ബില്ല് സഭയുടെ വികാരത്തിനനുസരിച്ച്, പൊതുവികാരത്തിനനുസരിച്ച് അവതരിപ്പിച്ചാലും ആ ബില്ല് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? ചട്ടങ്ങളുണ്ടാവും. ചട്ടങ്ങൾ ഉണ്ടായാലാണ് പിന്നീട് അത് വിജ്ഞാപനം ചെയ്ത് നിയമമാവും. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തിന് മറികടക്കുന്ന ഒരു നിയമം സഭ പാസാക്കാൻ പാടില്ല. അപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ എന്താണ്? ഇതിനെയെല്ലാം സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അത് സഭയിൽ ഒരംഗം എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയൊക്കെയാണ് സഭയിൽ, എന്താണ് കോളിംഗ് അറ്റൻഷൻ, എന്താണ് സബ്മിഷൻ, എന്താണ് ക്വസ്റ്റ്യൻ അവർ, എന്താണ് റൂൾ 50 എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞ അടിയന്തര പ്രമേയം. ഇപ്പോൾ സഭ നിർത്തിവെക്കണം എന്ന് പറയുന്ന പ്രമേയം, അടിയന്തര പ്രമേയം എന്താണ്? ഇങ്ങനെ സഭയുടെ നടപടിക്രമങ്ങൾ, സ്വകാര്യ ബില്ല് എങ്ങനെയാണ് ഒരു അംഗത്തിന് അവതരിപ്പിക്കുക, ഇതിന് വളരെ വിശദമായി നമ്മുടെ നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ഒരു നിയമസഭാ സാമാജികന് ഭാരിച്ച പണിയാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നം. ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ ഒരു ഭൂമി തരം മാറ്റാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. ഭൂമി തരം മാറ്റുന്നത് വലിയ വാണിജ്യ ആവശ്യത്തിനുള്ള ഭൂമിക്ക് പുറമെ ഒരു 5 സെന്റുകാരൻ ഒരു വീട് വെക്കാൻ തണ്ണീർത്തടം എന്ന് അതിലുണ്ടെങ്കിൽ ആ ഭൂമി ഒന്ന് വാസയോഗ്യമായ ഭൂമിയാക്കി മാറ്റുന്നതിന് നിലനിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ആദ്യം ഒരു ബില്ല് എങ്ങനെ കൊണ്ടുവരണം, ഒക്കെ പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള ബില്ലുകളെ സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒട്ടേറെ പണികൾ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു നിയമസഭാ സാമാജികന് ചെയ്യാനുണ്ട്. ഇതിന് പുറമെയാണ് തന്റെ മണ്ഡലത്തിന്റെ വികസന പ്രശ്നം. ഒരുപാട് വികസന പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പൊ സത്യത്തില് നിയമസഭാ സാമാജികൻ എന്നതിനേക്കാൾ ഏറെ MLA-മാർക്ക് എന്തെന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം? വികസന നായകൻ എന്ന് വിളിപ്പിക്കുന്നതിനാണ്. വികസന നായകൻ എന്ന് പറയുന്ന പദത്തിന് പ്രസക്തി കൂടുകയും ചെയ്യുന്നതിൽ ഒരു അഭംഗിയില്ലേ എന്നൊരു ചോദ്യം, ഒരു സംശയ ചോദ്യം നമ്മൾ ഉന്നയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ഇന്നത്തെ നിയമസഭാ സാമാജികർ എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് നിയമനിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി നടപടിക്രമങ്ങൾ, സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതായ കാര്യങ്ങളെല്ലാം ഉണ്ട്. മറ്റൊന്ന് അയാളുടെ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കഴിഞ്ഞാണ് പിന്നെ അദ്ദേഹത്തിന് വരുന്ന കാര്യങ്ങളാണ് നാട്ടിലെ ചെറുതും വലുതുമായ ഉദ്ഘാടനങ്ങൾ, ക്ലബ്ബുകൾ, നാട്ടിൻപുറത്തെ സംഘടനകൾ, അവരുടെ പരിപാടികൾ, കാര്യങ്ങളെല്ലാം. ഇതിന് പുറമേ വരുന്ന മറ്റൊന്നാണ് നാട്ടിലെ കല്യാണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യം. ഇതൊക്കെ നമുക്ക് റൊട്ടീനാക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഒരു കാര്യം മാത്രം ചെയ്യാൻ പറ്റും. ഏത് കണിശക്കാരനായ പങ്ക്ച്വാലിറ്റി പാലിക്കാൻ കാണിച്ച MLA-യും പ്രോഗ്രാം തെറ്റുന്ന ഒരു കാര്യം നാട്ടിലെ മരണങ്ങളാണ്. മരണം ഒരിക്കലും നമ്മുടെ അജണ്ടയിൽ മുൻകൂട്ടി ഉണ്ടാവില്ലല്ലോ. ഈ മരണങ്ങളും അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഇതുപോലുള്ള പ്രോഗ്രാമുകളിലൊക്കെ മാറ്റമുണ്ടാകും. ഇതെല്ലാം കൂടി ചെയ്യേണ്ട ഒരു ചുമതല, മരണങ്ങൾ, വിവാഹങ്ങൾ, നാട്ടിൻപുറത്തെ ചെറുതും വലുതുമായ ആഘോഷ പരിപാടികൾ, കാര്യങ്ങൾ,
വികസന കാര്യങ്ങൾ, നിയമനിർമ്മാണം, ഇത്രയും വിപുലമാർന്ന ഒരു കാര്യം ആണ് ഒരു MLA സംബന്ധിച്ചുള്ള. നിയമസഭയുടെ ഒരു പുസ്തകമുണ്ട്, ഒരു ആനുകാലികം, സാമാജികൻ മറ്റുമാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ അതിനൊരു കഥ ഇങ്ങനെ എഴുതാൻ ആലോചിച്ചിരുന്നു. കഥ വേറെ ഒന്നുമല്ല, ഒരു മണ്ഡലത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒന്നിലേറെ MLA-മാർ വേണം. ഒരു MLA-യുടെ പണി എന്തായിരിക്കണം? കല്യാണങ്ങൾ, മരണങ്ങൾ. ഒരു MLA-യുടെ പണി എന്താവണം? വികസന കാര്യങ്ങൾ രാജ്യത്തെ ചെയ്യണം. ഒരു MLA-യുടെ പണി എന്തായിരിക്കണം? നിയമനിർമ്മാണം. അപ്പോൾ ഇതിൻ്റെ ഒരു കഥ ഞാൻ ഉണ്ടായി. കഥ ഞാൻ കൊടുത്തിട്ടില്ല, അത് ഒരു അവസാന ഇതിലാണ്. ഒരു മണ്ഡലത്തിൽ എത്ര MLA വേണമെന്നുള്ളതാണ് ചോദ്യം. അവസാനം ഇത് ഒറ്റ കൊണ്ട് ഒതുക്കണമല്ലോ ഇതിൻ്റെ സമ്മപ്പ്. PT കുഞ്ഞമ്മനെ പോലുള്ള ആളുകളോട് ചോദിച്ചിട്ട് അന്തിമ രൂപം കൊടുക്കണമെങ്കിൽ കാര്യമാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ MLA-മാർ എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ഭാരിച്ചതായ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുക. വളരെ ശ്രദ്ധേയരായ സാമാജികരുണ്ടായിരുന്നു. ഇപ്പോൾ TM ജേക്കബ്, അദ്ദേഹം വളരെ അസാധാരണമായ ഒരു പ്രതിഭയായിരുന്നു. ഒരു ബില്ല് അവതരിപ്പിച്ചാൽ ആ ബില്ല് കയ്യിൽ കിട്ടി അന്ന് TM ജേക്കബ് ചിലപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്നു. എറണാകുളത്തെ പ്രാമാണികനായ വക്കീലുമായി ചർച്ച നടത്തി. ഈ ബില്ലിൻ്റെ പ്ലസും മൈനസും എങ്ങനെയാണ്, ഇതിൻ്റെ ക്ലോസ് ബൈ ക്ലോസ് എങ്ങനെയായിരിക്കണം, അതിന്മേലുള്ള ഈ ബില്ലിൻ്റെ നടപടിക്രമങ്ങൾ, ഇത് അവതരിപ്പിക്കാൻ കഴിയോ കഴിയില്ലേ എന്നതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ. വർക്കല രാധാകൃഷ്ണൻ ഇതുപോലെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു പാർലമെന്റേറിയനാണ്. നേരം വെളുക്കുമ്പോഴും ആര്യാടൻ മുഹമ്മദിൻ്റെ റൂമിൽ ലൈറ്റ് കത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഇതിനെ സംബന്ധിച്ചൊക്കെ നമ്മുടെ പഴയ മണലൂർ MLA NI ദേവസ്യക്കുട്ടിയെ കുറിച്ച് ഒരു പരാതി ആളുകൾ പറഞ്ഞു. ആളുകളുടെ പരാതി വേറൊന്നുമില്ല, NI ദേവസ്യക്കുട്ടി കല്യാണങ്ങളിലും മരണം വീടുകളിലും അധികം വരുന്നില്ല. അപ്പോൾ NI ദേവസ്യക്കുട്ടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ റൂം കണ്ടിട്ടുണ്ടോ? ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചിരിക്കുന്നു നിങ്ങളൊന്ന് എൻ്റെ റൂം വന്ന് കാണാൻ. കാരണം ഞാൻ പകലായി നാടിൻ്റെ ജനകീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ബില്ലുകൾ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഏതെങ്കിലും ഒരു നാട്ടുകാരൻ അതൊന്ന് കണ്ടിരുന്നെങ്കിൽ ഏറെ ആഗ്രഹിച്ചു പോയിരുന്നു. ഇപ്പോഴെങ്കിലും നിങ്ങൾ വന്നല്ലോ എന്ന് അദ്ദേഹം ഒരു സുഹൃത്തിനോട് പറഞ്ഞതായി വേറൊരു സുഹൃത്തിനോട് പറയുകയുണ്ടായി. അപ്പോൾ നിയമസഭാ സാമാജികർ എന്ന് പറയപ്പെടുന്നത് നമ്മൾ ഇനിയും ഒട്ടേറെ നിർവചനങ്ങൾക്ക്, ഒട്ടേറെ വ്യാഖ്യാനങ്ങൾക്ക് ഇനിയും പൂരിപ്പിക്കേണ്ടതായ ഒരു സമസ്യയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്ര മാത്രം പ്രവർത്തനങ്ങൾ കൊണ്ട് വൈജാത്യങ്ങളുള്ള, വൈവിധ്യങ്ങളുള്ള ഒരു തലമാണ് MLA എന്ന് പറയുന്ന ഒരു തലം എന്ന് സൂചിപ്പിക്കുന്നു. ഞാൻ കേരളത്തിൻ്റെ പുറത്തുള്ള ചില നിയമസഭകളൊക്കെ ഞങ്ങൾ സന്ദർശിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സബ് കമ്മിറ്റി അങ്ങനൊന്നുണ്ട്. ഇപ്പോൾ ഞാൻ വരുമ്പോൾ ഗീതാഗോപി ചോദിച്ചു എന്നോട്, സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോയില്ലേ? സബ്ജക്റ്റ് കമ്മിറ്റികൾ കുറേ ഉണ്ട്. നിയമസഭയുടെ സബ്ജക്റ്റ് കമ്മിറ്റികൾ ഒരേ വിഷയാടിസ്ഥാനത്തിലുണ്ടാവും. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എപ്പോഴും പ്രതിപക്ഷത്തിനാണ് കൊടുക്കുക. അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി, അങ്ങനെ ഒരുപാട് കമ്മിറ്റി. ഇത് പുറമെ നിയമപരമായിട്ടുള്ള ഒരുപാട് കമ്മിറ്റികളുണ്ട്. എത്തിക്സ് കമ്മിറ്റി ഉണ്ട്, അങ്ങനെ പല കമ്മിറ്റികളുണ്ട്. മത്സ്യം, അങ്ങനെ പല കമ്മിറ്റികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധങ്ങളായ കമ്മിറ്റികളും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലെജിസ്ലേറ്റീവിനെ സംബന്ധിച്ച്, ഇപ്പം നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രയാസമുള്ള
ലെജിസ്ലേറ്റീവ് ട്രാവൻകൂർ ലെജിസ്ലേറ്റീവാണ്. അതിനെ സംബന്ധിച്ച് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നിയമസഭ നടത്തുന്നുണ്ട്. അത്തരമൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നമുക്ക് എന്താണ് നിയമസഭ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു 6 മാസ കോഴ്സാണ്. അതിന് ആ കോഴ്സ് ഇതൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സാധാരണക്കാരായ ആളുകളെയെല്ലാം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും അറിയുകയും ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക. ഇവിടെ പ്രകാശ് സ്വാമിയും യാസീൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഗുരുവായൂർ മാസ്റ്റർ പ്ലാൻ ഉണ്ട്, നഗരസഭ പാസ്സാക്കിയതുണ്ട്. ആ പ്ലാൻ ആക്ഷേപങ്ങളും എല്ലാം കേട്ടതിന് ശേഷം ഉണ്ടാക്കിയ മാസ്റ്റർ പ്ലാൻ. പക്ഷെ ആ മാസ്റ്റർ പ്ലാന് നിൽക്കുമ്പോൾ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിന് മാസ്റ്റർ പ്ലാൻ ഇല്ല. കോടതിയുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കുക. എന്തിനാണ് ഏറ്റെടുക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യതയില്ല. അപ്പോൾ ഒരു മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടേ എടുക്കേണ്ടത് എന്ന കാര്യം ഉയർന്നു വരുന്നുണ്ട്. ഇന്നലെയും ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞു, നേരത്തെയുള്ള മന്ത്രിമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ഥലം ഏറ്റെടുക്കുമ്പോൾ പർപ്പസ് ഉണ്ടാവും. ഉദ്ദേശ അടിസ്ഥാനത്തിലായിരിക്കണം സ്ഥലം ഏറ്റെടുക്കുക. ഉദ്ദേശ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത സ്ഥലത്ത് എന്ത് ഉദ്ദേശത്തിനാണോ ഏറ്റെടുത്തത് ആ സാധനം മാത്രമേ പണിയാൻ പാടുള്ളൂ. ഇല്ലെങ്കിലോ ആ ഏറ്റെടുത്ത സ്ഥലത്തിൻ്റെ ഉടമക്ക് ഏറ്റെടുത്ത സ്ഥലത്ത് അതല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അദ്ദേഹത്തിനത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അവർക്ക് അനുകൂലമായ വിധി ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ ആൾക്കാരങ്ങനെ പോകാറില്ല എന്ന് വേറെ കാര്യം. അങ്ങനെയാണ് അതിൻ്റെ ഉദ്ദേശം. എന്തിനാണ് ആ ഉദ്ദേശം ചെയ്യാൻ പാടുള്ളൂ. ആ ഉദ്ദേശം വിട്ട് വഴി മാറി വേറെ ഒന്ന് ചെയ്താൽ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ സ്ഥലം ഏറ്റെടുത്തത് അതിനല്ലാതെ ഉപയോഗിച്ചാൽ കോടതിയിൽ ചലഞ്ച് ചെയ്ത് അയാൾക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ പല കാര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ ആ ഒരു കാര്യത്തിനല്ലാതെ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ ആളുകൾക്ക് പരാതിയുണ്ട്, പരിഭവങ്ങളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. അതുകൊണ്ട് മാസ്റ്റർ പ്ലാൻ ദേവസ്വത്തിന് വേണം, മാസ്റ്റർ പ്ലാൻ തദ്ദേശ ഭരണ സ്ഥാപനത്തിനുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ നീങ്ങേണ്ടത് എന്നുള്ള കാര്യം തർക്കവും. അതിവേഗം വികസിക്കുന്ന ഒരു പട്ടണമാണ് ഗുരുവായൂരിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒരു സങ്കടക്കടലാണ് അഴുപ്പിയ. വലിയ തോട് എന്നിപ്പോൾ ആരും പറയുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ ഗുരുവായൂരിൻ്റെ സൗന്ദര്യമായി ഒഴുകി പോകേണ്ട ഒരു സുന്ദരിയായിരുന്നു വലിയ തോട്. പക്ഷേ വലിയ തോട് വലിയ രീതിയിൽ മലീമസമായിരുന്നു. അങ്ങനെ ആവാൻ പാടില്ലാത്തതാണ്. പഴയ കാലത്ത് വലിയ തോട് കണ്ടു, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ? ഇത്ര സുന്ദരിയായി വലിയ തോട് ഒഴുകുകയാണ്. സുന്ദരിയായിട്ട് നല്ല സുന്ദരമായ വെള്ളം. ചാവക്കാട് അങ്ങാടിയിലെ കനോലി കനാല് പോലെ ഗുരുവായൂരിൻ്റെ സുന്ദരിയായി ആളുകൾ ആകർഷണീയമായി കാണേണ്ട ഒന്നാണ് വലിയ തോട്. എന്നാൽ വലിയ തോടിൻ്റെ കളറിപ്പോൾ എങ്ങനെ? ഒരിക്കൽ ഞാൻ പറഞ്ഞു എൻ്റെ കളറാണ് വലിയ തോടിന്, ഇപ്പം എന്നേക്കാളും കറുത്തിരിക്കുന്നു വലിയ തോട്. അങ്ങനെ ആവാൻ പാടില്ലല്ലോ. നമ്മുടെ മാലിന്യങ്ങൾ മുഴുവൻ തള്ളേണ്ട ഒന്നായി വലിയ തോട് മാറാൻ പാടില്ല. അതും ഒരു വികസന പ്രശ്നമല്ലേ? അതൊരു പ്രധാനപ്പെട്ട വികസന പ്രശ്നമാണ്. നിലവിലുള്ള അഴുക്കുചാലിന് വേണ്ടിയിട്ടിട്ടുള്ള പൈപ്പുകളെല്ലാം 1970കളിലെ പൈപ്പാണ്. 70-ലെ ഗുരുവായൂരിനെ പറ്റാവുന്ന പൈപ്പുകളും അതിന് കഴിയാവുന്നതുമാണ്. എന്നാൽ ഇപ്പോൾ 70-ൽ നിന്ന് 2026 ആകുമ്പോഴേക്കും ഗുരുവായൂര് ഏതാണ്ട് 19 വർഷം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ആ മാലിന്യം ഇതിലൂടെ പോകുമ്പോഴാണ് ആ പൈപ്പ് പൊട്ടുന്നത്. അതുകൊണ്ട് കൂടുതൽ മാലിന്യങ്ങൾ പോവാൻ കഴിയാവുന്ന രീതിയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇതിൻ്റെ സംവിധാനങ്ങൾ വേണം. അതിന് നമ്മുടെ അമൃത് 2-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? വികസനം പറയുന്ന ആളുകൾ തന്നെ ഇതിനെതിരായിട്ട് പോരാകലം ഉയർത്തും. അതൊരു പ്രധാന സംഗതിയാണ്. അപ്പോൾ ആ പ്രശ്നം നമുക്ക് ഇപ്പോൾ ഗുരുവായൂരിൽ കുടിവെള്ള പ്രശ്നമില്ല. കുടിവെള്ള പ്രശ്നത്തിന് വലിയ ആളുകൾ പരിഹാരം കാണാൻ കഴിയും. പക്ഷെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ
ഈ പറഞ്ഞ സംവിധാനം വേണം. ഇപ്പൊ മാലിന്യം സക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മൊബൈൽ സംവിധാനം വന്നു. കഴിഞ്ഞ സഭയിൽ മുനിസിപ്പൽ കൗൺസിലിൽ തന്നെ വന്നപ്പോൾ ആളുകളുടെ ആശങ്കയോടൊപ്പം ജനപ്രതിനിധികൾ നിൽക്കുന്ന സ്ഥിതി ഉണ്ടായി. ആ പ്രശ്നങ്ങൾ മാലിന്യം ഇപ്പോ സഞ്ചരിക്കുന്ന മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ചാവക്കാട് മുനിസിപ്പാലിറ്റിയുടെ അത്തരത്തിലുള്ള സഞ്ചരിക്കുന്ന ഒരു മാലിന്യം ഗുരുവായൂരിലെ ഒരു ഹോട്ടലിൽ നിന്ന് അതെടുത്തപ്പോൾ ഗുരുവായൂർ പോലീസ് വന്നിട്ട് അയാളെ പേരിൽ കേസെടുത്തു. നിയമാനുസൃതം പ്രവർത്തിക്കണത്. പോലീസുകാർ ആരോ പറഞ്ഞു ഇതാ മാലിന്യം കൊണ്ടുപോകുന്നു. മാലിന്യം അങ്ങനെ സക്ക് ചെയ്ത് കൊണ്ടുവന്ന് സംസ്കരിക്കാൻ, മൊബൈൽ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് സ്വാഭാവികമായി അത്തരം സംവിധാനങ്ങൾ വന്നാൽ മാത്രമാണ് അത് പ്രോത്സാഹിപ്പിക്കപ്പെടണം. അത് പ്രോത്സാഹിച്ചില്ലെങ്കിൽ ഈ മാലിന്യം അനധികൃതമായ രീതിയിൽ ഹോട്ടലുകളിൽ നിന്ന് ശേഖരിച്ച് നമ്മുടെ തോട്ടിലും നമ്മുടെ റോട്ടിലും കൊണ്ടുപോയി തള്ളും. അങ്ങനെ റോട്ടിലും തോട്ടിലും തള്ളുന്നതിന് പാടില്ല. അത് വിലക്കുന്നതിനാണ് സർക്കാർ സംവിധാനത്തിൽ തന്നെ ഈ മൊബൈൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടാകുന്നത്. അത് നാട് പ്രോത്സാഹിപ്പിക്കണ്ടേ? അതിന് നമ്മളെതിരാണ്. അപ്പോൾ സാക്ഷരത എവിടെയൊക്കെ വേണം? സാക്ഷരത ഈ കാര്യങ്ങളിലൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ നീട്ടിക്കൊണ്ട് പോലെ ഗീതാവ് ഉൾപ്പെടെ ആൾക്കാർക്ക് സംസാരിക്കണം. അതുകൊണ്ട് ഇതൊരു വിശദമായ കാര്യമാണ്. കുറേ കൂടി വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട സംഗതിയാണ് ഗുരുവായൂരിൻ്റെ വികസനമൊക്കെ. എന്തായാലും അത്തരമൊരു ചർച്ചയ്ക്കെല്ലാം തുടക്കം കുറിക്കുന്ന രീതിയിൽ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഈ സ്വീകരണ പരിപാടി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. മാറട്ടെ. ഗുരുവായൂരിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നേരുകയാണ്. പിന്നെ ഗുരുവായൂർ വികസന അതോറിറ്റി വ്യക്തിപരമായി ഞാൻ ഇതിലാണ്. കാരണം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബോഡി നമ്മുടെ നാട്ടിലുണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ബോഡി ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു അപ്പക്സ് ബോഡി പാടില്ല. അതിൻ്റെ മുകളിൽ അപ്പക്സ് ബോഡി വന്നാൽ പിന്നെ എന്തിനാ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ബോഡി ഉണ്ടാവണം? നമ്മുടെ 73-74 ഇന്ത്യൻ ഭരണഘടന അമെൻഡ്മെൻറ്റ് ചെയ്തിട്ടാണ് നഗരപാലിക പഞ്ചായത്തി രാജ് സംവിധാനം കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായി രൂപം നൽകിയതാണ് നഗരസഭകൾ. അതുകൊണ്ട് അത്രയും ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു സംവിധാനം കൊണ്ടുവരുന്നത് പ്രയാസമാണ്. അപ്പോൾ വ്യക്തിപരമായി ഞാനതിന് അത്തരമൊരു കാര്യങ്ങൾ ഭംഗിയുള്ളതായിരിക്കില്ല എന്ന ഒരു അപ്രിയ സത്യം കൂടി നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു. നന്ദി.